ഭക്തിപുരസരം പെരുമ്പടപ്പ് പുത്തൻപള്ളി ആണ്ട് നേർച്ച. ആയിരക്കണക്കിന് പേർ പങ്കെടുക്കുന്ന ഭക്ഷണ വിതരണം ഞായറാഴ്ച രാവിലെ മുതൽ. പാർലമെന്റ് പാസാക്കിയ വഖഫ് ഭേദഗതിക്കെതിരെ സമൂഹം പ്രതികരിക്കണമെന്ന് പെരുമ്പടപ്പ് പുത്തൻപള്ളി ആണ്ട് നേർച്ചയുടെ ഭാഗമായുള്ള സാംസ്കാരിക സമ്മേളനം. പാർലമെന്റ് പാസാക്കിയ വഖഫ് ഭേദഗതിക്കെതിരെ സമൂഹം പ്രതികരിക്കണമെന്ന് പെരുമ്പടപ്പ് പുത്തൻപള്ളി ആണ്ട് നേർച്ചയുടെ ഭാഗമായി സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനം അഭിപ്രായപ്പെട്ടു. NK അക്ബർ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കാണാത്ത രീതി ഇന്ന് വഖഫ് സ്വത്തുക്കൾ പിടിച്ചെടുക്കാനും അല്ലെങ്കിൽ അന്യമതസ്ഥരുടെ കേന്ദ്രങ്ങൾ പിടിച്ചെടുക്കാനും ന്യൂനപക്ഷങ്ങളെ ഭയവിഹ്വലരാക്കാനും ഒക്കെ ശ്രമിക്കുന്ന ഈ ഘട്ടകാലത്ത് യഥാർത്ഥത്തിൽ നമ്മുടെ നാടിൻ്റെ സംസ്കാരവും ചരിത്രവും, സംസ്കാരം എന്ന് പറയുന്ന വാക്കിന് ഏറ്റവും നല്ല ഒരു നിർവചനം മനുഷ്യന്റെ മാറ്റുരച്ചു നോക്കണം, ഉരക്കല്ലാണ് സംസ്കാരം എന്നാണ് പറയുന്നത്. അപ്പൊ മനുഷ്യന്റെ മാറ്റു ഉരച്ചു നോക്കേണ്ടതാണ്, അല്ലാതെ മനുഷ്യന്റെ മനസ്സിനെ വക്രീകരിക്കാനും മലിനപ്പെടുത്താനുമുള്ള പരിശ്രമങ്ങളാണ് രാജ്യത്തെ ഭരിക്കുന്നവർ, പ്രത്യേകിച്ച് രാജ്യത്തെ കേന്ദ്ര ഭരണാധികാരികൾ ശ്രമിക്കുന്ന ഒരു സന്ദർഭം. മഹല്ല് പ്രസിഡന്റ് റൌഫ് AK അധ്യക്ഷനായിരുന്നു. ഇന്തോനേഷ്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യത്താണ് വഖഫ് ബിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അത്തരം നീക്കങ്ങൾക്കെതിരെ പൗരസമൂഹം ഒറ്റക്കെട്ടായി പ്രതിരോധിക്കണം. ആരാധനാലയങ്ങൾ ആത്മീയ കേന്ദ്രങ്ങളും പ്രാർത്ഥനാ കേന്ദ്രങ്ങളുമായി നടക്കുമ്പോൾ തന്നെ ഒരു നാടിന്റെ സാംസ്കാരികപരവും സാമൂഹ്യപരവുമായിട്ടുള്ള ഇടങ്ങളാകണമെന്നും സംഗമം അഭിപ്രായപ്പെട്ടു. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സാംസ്കാരിക പ്രഭാഷണം നിർവഹിച്ചു. വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് MK സക്കീർ മുഖ്യാതിഥിയായിരുന്നു. PT അജയ് മോഹൻ, ഡോക്ടർ സരിൻ, അഷ്റഫ് കോക്കൂർ, മുഹമ്മദ് കുഞ്ഞി, രാജൻ, അഡ്വക്കേറ്റ് AM രോഹിത്, ജാഫർ അലി ദാരിമി എന്നിവർ പ്രസംഗിച്ചു. കഫീൽ പുത്തൻപള്ളി സ്വാഗതവും ഷമീം കോമത്ത് നന്ദിയും പറഞ്ഞു. തുടർന്ന് റഹീം പെരുമ്പുംകട്ടിലിന്റെ അധ്യക്ഷതയിൽ നടത്തിയ അനുസ്മരണ സംഗമത്തിൽ പേരോട് മുഹമ്മദ് അസ്ഹരി അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു. ആമീൻ പുളിയഞ്ഞാലിൽ സ്വാഗതവും ഷമീം കോമത്ത് നന്ദിയും പറഞ്ഞു. ഞായറാഴ്ച രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെ നടത്തുന്ന ഭക്ഷണ വിതരണത്തിനു ശേഷം സയ്യിദ് ഇബ്രാഹിം ഖലീൽ അൽ ബുഖാരി തങ്ങളുടെ സമാപന പ്രാർത്ഥനയോടെ ആണ്ടുനേർച്ചയ്ക്ക് സമാപ്തിയാകും. CCTV ന്യൂസ് പൊന്നിയൂർകുളം.